കാരേറ്റിലെ ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച രത്നാകരൻ എന്നയാളിന് വീടിന് സമീപമുള്ള സുമതി എന്ന യുവതിയുമായി പ്രണയത്തിലകന്നു. വാമനപുരം ചന്തയിലായിരുന്നു സുമതിയുടെ അമ്മ ജോലി ചെയ്തിരുന്നത്. ഇതിനിടെ സുമതി ഗർഭിണിയാവുന്നു. സമ്പന്നരായിരുന്നതുകൊണ്ട് തന്നെ രത്നാകരൻ്റെ കുടുംബത്തിന് ഈ വിവാഹത്തിന് എതിർപ്പായിരുന്നു. തന്നെ കല്യാണം കഴിക്കണം എന്നാവശ്യപ്പെട്ട സുമതിയെ സുഹൃത്തുക്കളുടെ സഹായത്തോടെ കൊല്ലാൻ രത്നാകരൻ പദ്ധതിയിടുന്നു. അങ്ങനെ ഗർഭിണിയായ സുമതിയെയും കൂട്ടി പാങ്ങോട് മധുര ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിനെന്ന പേരിൽ മൈലമോട് കാടിനുള്ളിൽ എത്തിക്കുന്നു. തൻ്റെ അംബാസഡർ കാറിലായിരുന്നു രത്നാകരൻ ഇവിടെ വരെ സുമതിയെ എത്തിച്ചത്. സുമതിയെയും കൂട്ടി കാടിനുള്ളിലേക്ക് അവർ നടക്കുന്നു. തന്നെ കൊല്ലാനാണ് കൊണ്ടുപോകുന്നതെന്ന് സുമതി മനസ്സിലാക്കിയെങ്കിലും വളരെയേറെ വൈകിപ്പോയിരുന്നു. കാടിനുള്ളിലെ മരത്തിൽ ബന്ധിച്ച് ഗർഭിണിയായ സുമതിയെ രത്നാകരനും കൂട്ടരും തലയറുത്തു കൊന്നു. ഉൾക്കാട്ടിലെത്തിയെന്ന് കരുതി അവർ കൊല നടത്തിയ ആ സ്ഥലം ഒരു വളവായിരുന്നു. പിന്നീട് ഗ്രാമവാസികളാണ് മരിച്ച നിലയിൽ സുമതിയുടെ മൃതദേഹം ഇവിടെ നിന്ന് കണ്ടെത്തിയത്. രത്നാകരനെ 12 വർഷത്തെ തടവിനും കോടതി ശിക്ഷിച്ചു. ഗർഭിണിയായ സുമതിയുടെ മരണശേഷം പിന്നീട് ഇതുവഴി കടന്നു പോകുന്ന യാത്രികർ ഇവിടെ എത്തുമ്പോൾ പേടിക്കുവാൻ തുടങ്ങി. വാഹനങ്ങൾ തനിയെ കേടാകുവാൻ തുടങ്ങി. രാത്രിയിൽ ഇതിലെയുള്ള യാത്ര പലർക്കും ഒരു പേടി സ്വപ്നം പോലും ആയത്രേ. കാലക്രമത്തിൽ ഈ പാതയിലെ എസ് വളവിന് ഒരു പേര് വീണു, സുമതി വളവ്. നിങ്ങളിപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഞാനിപ്പോൾ എന്തോ വലിയ പണി ചെയ്യുവാണെന്നാണ് വിചാരിക്കുന്നില്ലേ? ശരിക്കും പറഞ്ഞാൽ വണ്ടിയുടെ ഫ്യൂസ് എവിടെയാണെന്ന് ഞാൻ നോക്കുവാണേ. നമ്മളെന്തായാലും സുമതിയെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷേ എല്ലാവരും കാണിക്കുന്ന പോലെ തന്നെ ബോണറ്റ് വെക്കി വെച്ച് കുറച്ച് ഞാൻ നോക്കി. അതൊരു സ്ഥിരം പരിപാടിയാണല്ലോ. പക്ഷേ ഫ്യൂസ് അവിടെ ഇല്ലായിരുന്നു. ഫ്യൂസ് നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ താഴെയായിരുന്നു. നമ്മുടെ ഇൻഡിക്കേറ്റർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അടിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഫ്യൂസാണ് സുമതി കളഞ്ഞത്. എന്തായാലും സുമതിയെ കാണാൻ വേണ്ടി നമ്മൾ ഇറങ്ങിയതാണ്. അപ്പോഴാണ് നമ്മുടെ വണ്ടിയുടെ ഫ്യൂസ് പോയത്. പിന്നെ നമ്മളെന്തായാലും വണ്ടി ഇതേ ഇവിടെ ഒരു കടയിൽ കൊണ്ടുവന്നു. നമ്മൾ ഫ്യൂസൊക്കെ മാറിയിട്ട് നമ്മളെന്തായാലും യാത്ര തുടരുകയാണ്. ഇന്ന് നമ്മൾ സുമതിയെ കണ്ടിരിക്കും എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് പോകുന്നത്. നമ്മളിപ്പോൾ പത്തനാപുരം ഭാഗത്തേക്കാണ് പോകുന്നത്. നമ്മൾ ആദ്യം പോകുന്നത് മധുര ദേവി ക്ഷേത്രത്തിലേക്കാണ്. അപ്പോൾ ഈ ക്ഷേത്രം പാങ്ങോട് കടക്കൽ റോഡിൽ ആണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം തിരുവനന്തപുരം കൊല്ലം ജില്ലയുടെ ബോർഡറാണ്. പക്ഷേ ഈ ക്ഷേത്രമുള്ളത് കൊല്ലം ജില്ലയിലാണ്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഉള്ളിലേക്ക് പോയി നോക്കാമേ. അപ്പം ഈ ക്ഷേത്രത്തിലേക്കെന്ന് പറഞ്ഞാണ് പാവം സുമതിയെ ഉത്സവത്തിനെന്ന പേരിൽ അവർ കാട്ടിലേക്ക് എത്തിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പാങ്ങോട് കടക്കൽ റോഡിന് സമീപമുള്ള മധുര ദേവീക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രത്തിലേക്കുള്ള ഒരു യാത്രയിലായിരുന്നു നമ്മളുടെ സുമതിക്ക് തൻ്റെ ജീവൻ നഷ്ടപ്പെട്ടത്. ക്ഷേത്ര ഉത്സവത്തിനെന്ന് പറഞ്ഞ് കൊണ്ടുപോയ സുമതിയെ പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ ഈ കഥ കണ്ടപ്പോൾ മനസ്സിലായി കാണും. അതിമനോഹരമായ ഒരു ക്ഷേത്രമാണ് നമ്മുടെ ഈ ഒരു മധുര ദേവി ക്ഷേത്രം. തൊട്ടപ്പുറത്തായിട്ട് മറ്റു 2 ക്ഷേത്രങ്ങളുമുണ്ട്. വലിയൊരു ഗ്രൗണ്ടുണ്ട്. അപ്പോൾ ഗ്രൗണ്ടിൻ്റെ അവിടെ സ്റ്റേജിൽ ഇപ്പോഴും തിരുവാതിര ഉത്സവത്തിൻ്റെ മധുര തിരുവാതിരയുടെ ഒരു ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ജനുവരിയിലായിരുന്നു ഈ ഒരു ഉത്സവം ഇവിടെ നടന്നത്. 71 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു ജനുവരിയിലാണ് സുമതിയെയും കൊണ്ട് രത്നാകരൻ കാറിൽ തിരിച്ചത്. ഇനി ഇവിടെ നിന്ന് നമുക്ക് നേരെ സുമതി വളവിലേക്ക് പോയി നോക്കാം. അപ്പോൾ എൻ്റെ കൂടെ അച്ഛനുണ്ട്, നന്ദുണ്ട്, പിന്നെ നമ്മുടെ വീട്ടിനടുത്തുള്ള ഒരു ചേട്ടനുണ്ട്. അപ്പോൾ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയപ്പം അദ്ദേഹം കൂടെ വന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ നമുക്ക് സുമതി വളവിലേക്ക് പോകാമേ. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടേ. ഇപ്പം നമ്മൾ മധുര ദേവീക്ഷേത്രം കണ്ടിട്ട് നമ്മൾ മാറനാട് ഭരതന്നൂർ റൂട്ട് വഴിയാണ് പോകുന്നത്. അപ്പോൾ ഭരതന്നൂർ റൂട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ നമുക്ക് ഈ സുമതി വളവിലേക്കുള്ളത്. അപ്പോൾ ഈ പോകുന്ന വഴിയൊക്കെ നല്ല കാടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. എന്തായാലും നമ്മൾ ഭരതന്നൂർ എത്താറായിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ ഈ ഒരു മധുര ദേവീക്ഷേത്രത്തിൽ നിന്ന് സുമതി വളവ് സ്കൂളിലേക്ക് ഏകദേശം ഒരു 15 മിനിറ്റ്, നമുക്കൊരു 8 കിലോമീറ്റർ 10 കിലോമീറ്റർ താഴെ മാത്രമേ ദൂരമുള്ളേ. നമ്മളിപ്പോൾ ഭരതന്നൂരിൽ നിന്ന് തിരിഞ്ഞ് വാമനപുരം ചിറ്റ റോഡ് അല്ലെങ്കിൽ കരയിട്ട് പാലോട് റോഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പാലോട് എത്തുന്നതിന് കുറച്ച് മുമ്പായിട്ടാണ് ഈ ഒരു സുമതി വളവ് വരുന്നത്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വഴിയിൽ കൂടിയാണ് അവർ അന്ന് എത്തിച്ചത്. ഇതിലേ അല്ല, നമ്മുടെ ഈ വഴിയുടെ നേരെ ഓപ്പോസിറ്റ് പാലോട് ഭാഗത്തു നിന്നാണ് അവർ വന്നത്. അപ്പോൾ അങ്ങനെ വന്ന വഴിക്ക് പിന്നീട് ഈ പറയുന്ന കാടിനുള്ളിലേക്ക് സുമതിയെ കൊണ്ടുപോവുകയും അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഉൾക്കാടൽ എന്ന് പറഞ്ഞ് പോയിട്ട് ഈ പറയുന്ന സുമതി വളവിൽ എത്തുകയുമായിരുന്നു. എത്തിയതിന് ശേഷമാണ് അവർക്ക് അബദ്ധം മനസ്സിലായത്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന വഴി ഇപ്പോൾ തന്നെ അറിയാം, 2 സൈഡിലും ഫോറസ്റ്റാണ്, നല്ല മരങ്ങളുണ്ട്. അതിൽ കൂടെ ചെറിയൊരു റോഡാണ്, അത്യാവശ്യം നല്ല റോഡ് തന്നെയാണ്. പക്ഷേ ഒരുപാട് വളവുകളുണ്ട്, ചെറിയ കയറ്റമുണ്ട്. അങ്ങനെ വണ്ടികളൊക്കെ വരുന്നുണ്ടെങ്കിലും ഭയങ്കര വാഹനത്തിരക്കില്ല, എങ്കിലും അത്യാവശ്യം വണ്ടികളൊക്കെ പോകുന്ന ഒരു റോഡാണ്. പക്ഷേ 70-71 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയല്ലായിരുന്നു എന്നാണ് കഥകളൊക്കെ പറയുന്നത്. ഇതൊക്കെ ആദ്യം ഞാൻ പറഞ്ഞ കഥയെല്ലാം ഞാനും കേട്ടുള്ള കഥകളാണ്. ഞാനും അതുപോലെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. എനിക്കും യാതൊരു ഉറപ്പുമില്ല ഇവിടെ പ്രേതമുണ്ടോ ഇല്ലയോ എന്നൊന്നും ഞാനും പറയുന്നില്ല. നമ്മളെന്തെങ്കിലും ഇവിടെ പട്ടാപ്പകലാണ് എത്തുന്നത്. എന്തെങ്കിലും രാത്രി വന്നിട്ട് പ്രേതത്തിൻ്റെ പേര് വല്ലതും തല്ലി മേടിക്കാൻ ഞാനില്ല. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മളീ പോകുന്ന വഴിയിലെല്ലാം പോസ്റ്റും ഉണ്ട്, ലൈനും ഉണ്ട്. പക്ഷേ ഇതിലെങ്ങും ബൾബ് കാണാനില്ല. ഇത്രയും കുപ്രസിദ്ധി ആർജിച്ച ഒരു സ്ഥലമായിട്ട്, ഇത്രയേറെ ക്രൈമുകൾ നടക്കുന്ന ഒരു സ്ഥലമായിട്ട് ഇവിടെ ഒരു ബൾബ് പോലും ഇടാത്തതാണ് സുമതിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സപ്പോർട്ടെന്ന് ഞാൻ പറയും. ഞാനിപ്പോൾ നമ്മുടെ സുമതി വളവ് എത്തിയിട്ടുണ്ട്. വളവിനേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ കാണുന്ന സുമതി വളവ്. അപ്പോൾ നമുക്കിനി ആ വളവിൻ്റെ ഒരു കറക്റ്റ് ഒരു എസ് വളവാണേ. നമുക്കിനി വണ്ടി ഞങ്ങൾ എന്തെങ്കിലും അവിടെ ഇട്ടു, അതുകൊണ്ട് വണ്ടിയുടെ സൈഡിൽ മാറ്റിയിടാൻ പറഞ്ഞ് സ്പേസ് കുറവാണ്. ഇനി നമുക്ക് മുന്നോട്ട് പോയിട്ട് അവിടുത്തെ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഒരുപാട് കഥകളോട് നമ്മൾ കേട്ടിട്ടുള്ള സുമതി വളവിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതൊക്കെ നോക്കി അറിയാം, കറക്റ്റ് ഒരു എസ് വളവാണേ. ഇവിടെ ഒന്നും ആൾക്കാരൊന്നും ഇല്ല, പക്ഷെ വണ്ടികൾ ഒരുപാട് വന്ന് പോകുന്നുണ്ട്. ഞാനിവിടുന്ന് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ആൾക്കാരൊക്കെ എന്നെ നോക്കുന്നുണ്ട്. അനന്ത് വണ്ടി എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. വണ്ടി എന്തായാലും തള്ളത്തോടൊന്ന് മാറ്റിയിടാം. ഒരേ സമയം ഭീതിപ്പെടുത്തുന്ന കാഴ്ചയും അതുപോലെ തന്നെ നല്ലൊരു കാഴ്ചയും കൂടാണ് സുമതി വളവ് നമുക്ക് നൽകുന്നത്. കുറേയേറെ മാലിന്യങ്ങളൊക്കെ കൊണ്ടിവിടെ തള്ളുന്നുണ്ട്. ഞാൻ വീണ്ടും സുമതി വളവിനടുത്തേക്ക് വന്നു. ഇവിടെ നോക്കി അറിയാം, ഭയങ്കര കാടാണ്. കാരണം പറഞ്ഞാൽ വലിയ വലിയ മരങ്ങളൊക്കെ ഒരുപാട് നിൽപ്പുണ്ട്, നല്ല കാടാണ്. അപ്പോൾ ഇതിന് റോഡ് നല്ല റോഡാണ്, പക്ഷേ ഭയങ്കര കാടാണ്. വണ്ടി ഇവിടെ ഇട്ടിട്ട് ഇനി ഇവിടെയുള്ള കുറച്ച് കാഴ്ചകൾ നോക്കാം. വണ്ടി എന്താ നമ്മൾ സുമതി വളവിൽ ഇട്ടേക്കാണ്. തിരിച്ചു വരുമ്പം സുമതി വണ്ടിയെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ പണി മേടിക്കും. സുമതി നമ്മുടെ കൂടെ നേരെ കോന്നിക്ക് പോരും. പിന്നെ അവിടെ കോന്നി വളവെന്നൊക്കെ ആക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ വണ്ടി ലോക്ക് ചെയ്തു. അന്തി ഇവിടെ നല്ലൊരു സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ച് അങ്ങോട്ട് കാണിക്കാൻ കൊണ്ടുപോകണേ. തോന്നുന്നു പണ്ട് ആളില്ലാത്ത ഏരിയ ആണെങ്കിലും ഇപ്പോൾ സുമതി വളവിൽ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടെന്നേ. ഇവിടെ കുറേയേറെ വേസ്റ്റുകൾ ഒക്കെ ഇടുന്നുണ്ട്. അപ്പം മാലിന്യ പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും വൈകിട്ട് ആൾക്കാർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനൊരു കഥയൊക്കെ ഉള്ളതുകൊണ്ട് സാമൂഹ്യ വിരുദ്ധരുടെയൊക്കെ ഒരു കേന്ദ്രമായിരിക്കും ഒരുപക്ഷെ ഇവിടെ. അച്ഛനും ആ ചേട്ടനും കൂടെ ദേ അവിടെ മാറിയിരിക്കുകയാണേ. കാര്യം എങ്ങനെ പറയുമെങ്കിലും നമ്മൾ സുമതി വളവിൽ ചില അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്നത് സത്യമാണ്. ഇത് കുത്തനെ കയറ്റം വളവൊക്കെ ആയതുകൊണ്ടായിരിക്കും. പക്ഷേ 2022 ഈ ഭരതന്നൂർ സെക്ഷനിലെ വനമേഖലയിൽ പാലമരത്തിൽ തൂങ്ങിയ നിലയിലൊരു അസ്ഥികൂടമൊക്കെ അന്ന് കണ്ടെത്തിയിരുന്നു. ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ നമുക്ക് ഈ സുമതി വളവിൻ്റെ ഒരു ലൊക്കേഷൻ കിട്ടും. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ മൈലമൂട് പാലോട് റോഡിലാണ് ഈ ഒരു സുമതി വളവ് ഉള്ളത്. സുമതി വളവിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്താണ് ഇതേ കാണുന്ന കുഞ്ഞു റോഡല്ലേ, ഇതിങ്ങനെ പോയാണ് സുമതി വളവ്. വാഹനങ്ങൾ പോകുന്നുണ്ടോ? ഈ എസ് വളവാണ്
സുമതി വളവെന്ന് പറയപ്പെടുന്നു. അങ്ങ് ദൂരെ നമ്മുടെ വണ്ടി കിടപ്പുണ്ട്. വഴികളുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാരൊക്കെ കാണാൻ വരുന്ന സ്ഥലമാണ് ഈ സുമതി വളവ്. തീപ്പെട്ടിയൊക്കെ ഇരിപ്പുണ്ട്. അത്യാവശ്യം സിഗരറ്റൊക്കെ ആൾക്കാരൊന്ന് വലിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ആൾക്കാരൊക്കെ വന്ന് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അതെല്ലാം പാവം നമ്മുടെ സുമതിയുടെ പേരിൽ സുമതിയുടെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. എന്തായാലും ഇതായിരുന്നു സുമതി വളവിലെ കാഴ്ചകൾ. സുമതി വരോടാ സുമതി. നിങ്ങൾക്ക് സുമതിയെ പേടിയില്ലേ? സുമതിയെ പേടിയില്ലേ? സുമതി എങ്കിൽ സുമതി എന്ന് പറഞ്ഞാണ് നന്ദു പോകുന്നത് കേട്ടോ. ഒരുപാട് അപകടങ്ങളൊക്കെ നടക്കുന്നുവെന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. ഇത് കുത്തനെ കയറ്റമാണ്, എസ് വളവാണ്. ഒന്ന് രാത്രി വരുമ്പം ആൾക്കാർക്കൊരു പേടി. പിന്നെ ഈ വളവിന് കറക്റ്റായിട്ട് ഗിയറൊക്കെ ഡൗൺ ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ പണി നിന്നൊക്കെ പോകും. ഒരുപക്ഷെ അതുകൊണ്ടൊക്കെ ആവാം ആൾക്കാർ അന്നത്തെ കാലത്ത്, ഇന്നത്തെ കൂട്ട് വൈദ്യുതിയൊന്നും വന്നിട്ടില്ല. ഇപ്പോഴും ഈ പോസ്റ്റിലെ ബൾബ് ഇവിടെ ഇല്ല കേട്ടോ. അപ്പോൾ ആ സമയത്ത് അതുകൊണ്ടൊക്കെ ആയിരിക്കാം ആൾക്കാർ പേടിച്ചത്. സുമതിയുടെ കഥകളൊക്കെ കേട്ടിട്ട് രാത്രിയിൽ വരുവാണെങ്കിൽ ഒരുപക്ഷെ ആൾക്കാർ പേടിക്കുന്നതിൽ കുറ്റം പറയാൻ പറ്റില്ല. ഈ പോസ്റ്റിലൊന്നും ബൾബുകളില്ല. അതുപോലെ തന്നെ കുത്തനെ കയറ്റും, രണ്ട് സൈഡിലും മരങ്ങൾ, എസ് വളവ്, അങ്ങനെ വളരെ ദുരൂഹമായിട്ട് തോന്നുന്ന ഒരു പ്രദേശമാണ് സുമതി വളവ്. പക്ഷേ അത് സാമൂഹ്യ വിരുദ്ധർ അത് മിസ്യൂസ് ചെയ്യുന്നുള്ളതിൻ്റെ അകത്ത് യാതൊരു സംശയവുമില്ല. ഒരുപക്ഷെ അതൊക്കെയായിരിക്കും ആൾക്കാരെ പേടിപ്പിക്കാനോ അല്ലെങ്കിൽ പേടിക്കാനോ ഒക്കെ കാരണം. രാത്രി എന്തുകൊണ്ടാണ് സുമതി വളവ് നിന്ന് നിൽക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരവില്ല. കാരണം രാത്രി വരാൻ എനിക്ക് പേടിയാണ്. സുമതിയെ മാത്രമല്ല, ഇത്തരം സ്ഥലങ്ങളിലൊക്കെ സാമൂഹ്യ വിരുദ്ധർ മുതലെടുക്കുന്ന സ്ഥലങ്ങളാണ്. ഏത് സ്ഥലങ്ങളാണെങ്കിലും പ്രേതവുമായി ബന്ധപ്പെട്ട് എല്ലാ സ്ഥലങ്ങളും സാമൂഹ്യ വിരുദ്ധരും മുതലെടുക്കാറുണ്ട്. സുമതി വളവിൻ്റെ ഈ ഒരു കഥ വെച്ചിട്ട് ഒരുപാട് വീഡിയോസുകൾ യൂട്യൂബിലൊക്കെ നമുക്ക് ലഭ്യമാണ്. ഇത് വെച്ച് ഒരുപാട് കഥകൾ ആൾക്കാർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് കുപ്രസിദ്ധി ആർജിച്ച സുമതി വളവിൽ നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്. എൻ്റെ ബാക്കിൽ കൂടെ ഇപ്പോൾ ഒരുപാട് വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഒരു കാലത്ത് ആൾക്കാർ പോകാൻ പേടിച്ചിരുന്ന, ഭയപ്പെട്ടിരുന്ന സാമൂഹ്യ വിരുദ്ധരൊക്കെ കൈയടക്കുക ഇപ്പോഴും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിലും അങ്ങനെ പേടിപ്പെടുത്തുന്ന സുമതി വളവിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൻ്റെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഒരിക്കലും പ്രേതമുണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും നമ്മളിൽ കൂടെ പറയുന്നില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നപ്പോൾ അതെന്താണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.